വഹ റബ്ബുക ഇലൻ നഹൽ, അള്ളാഹു സുബ്ഹാനഹു വതആല തേനീച്ചകൾക്ക് ഒരു കൽപ്പന നൽകുന്നു, വഹി നൽകുന്നു എന്നുള്ളത്. വഹ റബ്ബുക എന്ന് പറയുമ്പോൾ നമ്മൾ തേനീച്ചകൾക്ക് നൽകിയ ഒരു വഹീനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാർക്ക് നൽകിയ വഹീനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലുടനീളം പരാമർശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹീനെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വഹിയാണ് തേനീച്ചയുടെ കാര്യത്തിൽ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വഹ റബ്ബുക ഇലൻ നഹൽ, അള്ളാഹു സുബ്ഹാനഹു വതആല തേനീച്ചകൾക്ക് പ്രത്യേകമായിട്ട് നൽകിയൊരു വഹി. അപ്പോൾ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് തേനീച്ചകൾക്ക് ഒരു പ്രത്യേകതയുള്ളതായിട്ട് ഈ ഒരു പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തേനീച്ചയെ മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം വിളിച്ച് കൽപ്പന നൽകാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ആധുനികമായിട്ട് ഈ ജീവശാസ്ത്രത്തിലുള്ള ഈ തേനീച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പരാമർശം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഭൂമിയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ 90% ഭക്ഷണവും യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ചെറിയ ജീവികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മളെല്ലാം അവഗണിക്കപ്പെടുന്ന ഈ ഒരു ചെറിയ ജീവികൾക്ക് ഇത്രയേറെ വലിയ റോള് യഥാർത്ഥത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിർവഹിക്കാനുണ്ട് പ്രപഞ്ചത്തിൽ. 90% ഭക്ഷണ പദാർത്ഥങ്ങളും, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന 90% ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ലഭിക്കാനുള്ള കാരണം ഈ